ഹായ് ഓൾ, വെൽക്കം ബാക്ക് ദ വീഡിയോ. ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ കേരള PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു കാറ്റഗറി നമ്പറിൽ ചോദിച്ചിരിക്കുന്നതെന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബേർഡ് ഇൻ ഹാൻഡ് ആർഗ്യുമെൻറ്റ് വാസ് ഗിവൺ ബൈ ഓപ്ഷൻ എ വാൾട്ടർ മോഡൽ, ഓപ്ഷൻ ബി MM മോഡൽ, ഓപ്ഷൻ സി ഗോർഡൻസ് മോഡൽ ആൻഡ് ഓപ്ഷൻ ഡി റെസിജ്വൽ ഇൻകം തിയറി. ഇവിടെ ഇത് ഡിവിഡൻറ്റ് തിയറിയാണ്. തിയറിയിൽ ബേർഡ് ഇൻ ഹാൻഡ് ആർഗ്യുമെൻറ്റ്സ് ആര് പറഞ്ഞതാണ്, ആരുടെയാണ് എന്നാണ്. ഇത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഗോർഡൻസ് മോഡലാണ്. ഗോർഡൻസ് മോഡലിനെയാണ് എന്ത് ബേർഡ് ഇൻ ഹാൻഡ് ആർഗ്യുമെൻറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. ഗോർഡൻസ് അപ്രോച്ച് ഇസ് ഡെവലപ്ഡ് ബൈ മെറോൺ ഗോർഡൻ. ഈ മെറോൺ ഗോർഡൻ പറയുന്നത് ഡിവിഡൻഡ് പോളിസി അഫക്ട് ദ വാല്യൂ ഓഫ് ദ ഫേം. ഒരു ഫേം അതിൻ്റെ ഡിവിഡൻഡ് പോളിസി ഫോളോ ചെയ്യുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ച് ആ ഫേമിൻ്റെ വാല്യൂവിനെ അത് അഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ദ ഡിവിഡൻഡ് പോളിസി ക്യാൻ ബി യൂസ്ഡ് ടു മാക്സിമൈസ് ദ വെൽത്ത് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. ഡിവിഡൻഡ് പോളിസി യൂസ് ചെയ്തുകൊണ്ട് ഒരു ഫേമിന് ആ ഫേമിൻ്റെ ഷെയർ ഹോൾഡറുടെ വാല്യൂ മാക്സിമൈസ് ചെയ്യാനും ഷെയർ ഹോൾഡർ വെൽത്ത് മാക്സിമൈസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ അൾട്ടിമേറ്റ്ലി അത് ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആക്ച്വലി ദ ഗോർഡൻസ് അപ്രോച്ച് അല്ലെങ്കിൽ 2 പാർട്സിലാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ബേസിക് വാലുവേഷൻ മോഡലെന്നും റിവൈസ്ഡ് മോഡലും. ഇതിൽ ബേസിക് വാലുവേഷൻ മോഡൽ റിവൈസ് ചെയ്ത് കൊണ്ടുവന്നതാണ് റിവൈസ്ഡ് മോഡൽ. ഫസ്റ്റ് മോഡലിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കോൺസ്റ്റൻ്റ് ആണ് എന്നാണ് ഗോർഡൻ പറഞ്ഞിരുന്നത്. എന്നാൽ അത് ആക്ച്വലി ട്രൂ അല്ല. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മേ ചേഞ്ച് എന്ന് പറഞ്ഞ് റിവൈസ് ചെയ്ത് കൊണ്ടുവന്ന മോഡലാണ് റിവൈസ്ഡ് മോഡൽ. ഈ റിവൈസ്ഡ് മോഡലിനെയാണ് എന്ത് ആക്ച്വലി ബേർഡ് ഇൻ ഹാൻഡ് ആർഗ്യുമെൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡലിൻ്റെ കാൽക്കുലേഷനാണ് ചോദിച്ചത്. അത് തെറ്റായ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ആ ഏരിയ ഒന്ന് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ ആസ് പെർ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് ടു ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഡിസിഷനിലെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചുമായി റിലേറ്റ് ചെയ്ത ട്രൂ ആയ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആർ കോൺസ്റ്റൻറ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വിൽ ഡിക്രീസ് ബൈ യൂസ് ഓഫ് മോർ ഡെപ്റ്റ് ക്യാപിറ്റൽ. ബി പറയുന്ന ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആർ കോൺസ്റ്റൻറ്റ് and the cost of equity will increase by use of more debt capital. ഓപ്ഷൻ സി പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആൻഡ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആർ കോൺസ്റ്റൻറ്റ് ആൻഡ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ ഡിക്രീസ് ബൈ യൂസ് ഓഫ് മോർ ഡെപ്റ്റ് ക്യാപിറ്റൽ. ഓപ്ഷൻ ഡി പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആൻഡ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആർ കോൺസ്റ്റൻറ്റ് ആൻഡ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വിൽ ഇൻക്രീസ് ബൈ യൂസ് ഓഫ് മോർ ഡെപ്റ്റ് ക്യാപിറ്റൽ. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ജസ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ നെറ്റ് ഇൻകം അപ്രോച്ചിൻ്റെ അല്ലെങ്കിൽ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൻ്റെ ഗ്രാഫ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ ഇതിന് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ആ ഗ്രാഫ് നോക്കാം. ഇവിടെ എങ്ങനെയാണ് ഓരോന്നും പോയിരിക്കുന്നതെന്ന് നോക്കിയേ. കോസ്റ്റ് ഓഫ് ഡെപ്റ്റിനെയാണ് KD എന്ന്, KO എന്ന ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, KE എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണെന്ന് മനസ്സിലാക്കാം. ഇതിൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആണ്. ദാറ്റ് മീൻസ് കോൺസ്റ്റൻ്റ് ആണ്. അടുത്തത് KO ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതും എന്താണ് KOയും കോൺസ്റ്റൻ്റ് ആണ്. അടുത്തത് KE എങ്ങനെയാണ്, ദാറ്റ്സ് ഇൻക്രീസിങ് ആണ്. ഇനി എന്താ നോക്കിക്കേ, ഇവിടെ ഓപ്ഷനിലോട്ട് നോക്കിക്കേ. ഇതിൽ കറക്റ്റായ ഓപ്ഷൻ ഏതാണ്, കോൺസ്റ്റൻ്റ് ആയത് ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞു KOയും KEയും കോൺസ്റ്റൻ്റ്, കോസ്റ്റ് ഓഫ് ഡെപ്റ്റും KDന് ആണ് കോൺസ്റ്റൻറ്റ്. അത് പറയുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബിയിലാണ്. ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആർ കോൺസ്റ്റൻറ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി വിൽ ഇൻക്രീസ് ബൈ യൂസ് ഓഫ് മോർ ഡെപ്റ്റ് ക്യാപിറ്റൽ. കൂടുതൽ ഡെപ്റ്റ് ക്യാപിറ്റൽ ഇൻക്രീസിനനുസരിച്ച് KE ഇൻക്രീസ് ചെയ്യുകയും അതേപോലെ തന്നെ KOയും KDയും അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റും എന്താണ് കോൺസ്റ്റൻറ്റും ആവുന്ന സിറ്റുവേഷൻ ആണെന്ത് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Read the following statement regarding working capital and select the right answer from the given statement. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത് വിത്ത് ഇൻക്രീസ് ഇൻ ദ ലെങ്ത് ഓഫ് ദി പ്രൊഡക്ഷൻ സൈക്കിൾ ദ നീഡ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസസ്. Statement 2, the term financing mix of working capital involves
the proportion of long-term or short-term sources of finance to invest in current assets. സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത് പ്രൊഡക്ഷൻ സൈക്കിളിൻ്റെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച്, അതായത് പ്രൊഡക്ഷൻ സൈക്കിളിൻ്റെ എത്ര നേരം കൊണ്ടാണോ പ്രൊഡക്ഷൻ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആകുന്നത്, അതിൻ്റെ പ്രൊഡക്ഷൻ സൈക്കിളിൻ്റെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ നീഡും അതിൻ്റെ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആവശ്യകതയും ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകുന്നു. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 2 പറയുന്നത് ദ ടേം ഫിനാൻസിങ് മിക്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഫിനാൻസിങ് മിക്സ്, ഓക്കെ, അവിടെ ഫിനാൻസിങ് മിക്സ് ആണ്. ഫിനാൻസിങ് മിക്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പോർഷൻ ഓഫ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം, രണ്ടിൻ്റെയും പ്രൊപ്പോർഷൻ, എത്ര കറണ്ട് അസറ്റിൽ എത്ര ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ലോങ് ടേം ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് എന്ന് തന്നെയാണെന്ത് ഫിനാൻസിങ് മിക്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ്. അതും ഇതിലേതാണ് റൈറ്റ് ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഫാൾസ്. ബി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫാൾസ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ ആൻഡ് ഡി ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ ഫാൾസ്. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്നാണ്. അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. കാരണം എന്താണ്, പ്രൊഡക്ഷൻ സൈക്കിൾ കൂടുന്നതിനനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. അത് കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം എത്ര ലെങ്ത്ത് വേണോ അത്രയും വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് കൂടുകയാണ്. രണ്ടാമത് പറഞ്ഞാൽ ഫിനാൻസിങ് മിക്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഫിനാൻസിങ് മിക്സ് ആണ്. ഫിനാൻസിങ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്ത് വരും, ലോങ് ടൈമും വരും ഷോർട്ട് ടൈമും വരും. സോ ലോങ് ടൈമും ഷോർട്ട് ടൈമും മൊത്തത്തിൽ കറണ്ട് അസറ്റിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിനെയാണ് എന്ത് ഫിനാൻസിങ് മിക്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 പേ ബാക്ക് മെത്തേഡ് ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് ഇയേഴ്സ് റിക്വയർഡ് ടു റിക്കവർ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ PB എന്ന് പറഞ്ഞാൽ പേ ബാക്ക് പീരീഡ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ദ ഇൻ്റർപൊളേഷൻ ടെക്നിക് ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് IRR. Statement 3 NPV method is used to evaluate varying sized projects. Statement 4 PI method is used to evaluate mutually exclusive project. റൈറ്റ് ആൻസർ പറയാം ഏതാണെന്ന്. റൈറ്റ് ആൻസർ വന്ന ഓപ്ഷൻ ബി. ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ ട്രൂ. സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം മാത്രമേ ട്രൂ ആയിട്ടുള്ളൂ. അതായത് 3ഉം 4ഉം ഫോൾസ് ആണ്. നോക്കാം ഓരോ സ്റ്റേറ്റ്മെൻറ്റും. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് പേ ബാക്ക് മെത്തേഡ് ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് ഇയേഴ്സ് റിക്വയർഡ് ടു റിക്കവർ ദി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. കറക്റ്റാണ്. പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇനീഷ്യലി നമ്മൾ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തോ അത് തിരിച്ച് റിക്കവർ ചെയ്ത് കിട്ടാൻ കിടക്കുന്ന കാലയളവ് അല്ലെങ്കിൽ അത് എത്ര ഇയർ കൊണ്ട് നമുക്ക് തിരിച്ച് കിട്ടുന്നോ ആ ഇയറിനെയാണെന്ത് പേ ബാക്ക് പീരീഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് റൈറ്റ് ആണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇത് ഇൻ്റർപൊളേഷൻ ടെക്നിക് ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് IRR യൂസ് ചെയ്യാൻ എന്താ ഇൻ്റർപൊളേഷൻ ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതും കറക്റ്റാണ്. അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ് 3 NPV മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് വേരിയിങ് സൈസ്ഡ് പ്രൊജക്റ്റ്. വേരിയിങ് സൈസ്ഡ് പ്രൊജക്റ്റുകളിൽ NPV മെത്തേഡാണ് സ്യൂട്ടബിൾ എന്നാണ് പറയുന്നത്. ആക്ച്വലി NPV മെത്തേഡല്ല വേരിയിങ് സൈസ്ഡ് പ്രൊജക്റ്റുകൾക്ക് സ്യൂട്ടബിൾ. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് PI മെത്തേഡാണ് എന്ത് വേരിയിങ് സൈസ് പ്രൊജക്റ്റുകൾക്ക് സ്യൂട്ടബിൾ ആയത്. അടുത്ത ഓപ്ഷൻ പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് PI മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്റ്റുകൾ. മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്റ്റുകൾ ഇവാലുവേറ്റ് ചെയ്യാൻ PI മെത്തേഡാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡാണ് സ്യൂട്ടബിൾ എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. കാരണം NPV മെത്തേഡാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്റ്റുകൾക്ക് ഏറ്റവും സ്യൂട്ടബിളായ മെത്തേഡ് എന്ന് പറയുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ഓർക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. വേരിയിങ് സൈസ്ഡ് പ്രൊജക്റ്റുകൾക്ക് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡും മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്റ്റുകൾക്ക് NPV മെത്തേഡുമാണ് യൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടെ പറയാം. ക്യാപിറ്റൽ റേഷനിങ്ങിൽ ഏറ്റവും സ്യൂട്ടബിളായ മെത്തേഡ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു വാൾട്ടർ മോഡൽ ഷെയർ വാല്യൂ വിൽ ബി മാക്സിമം അറ്റ് 100% ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഇഫ്. നോക്കാം, ഇവിടെ ഷെയർ വാല്യുവേഷൻ മോഡലിൽ ഇവിടെ വാൾട്ടറുടെ മോഡൽ പ്രകാരം 100% ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എപ്പോഴാണ് സ്യൂട്ടബിൾ എന്നാണ് ചോദ്യം. അതായത് നമുക്ക് കിട്ടിയ ഏണിങ്സ് ഫുള്ളും എന്താണ് ഡിവിഡൻ്റായിട്ട് പേ ചെയ്യേണ്ടത് എപ്പോഴാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്. ഓപ്ഷൻ എ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ.
ബി റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, സി ബോത്ത് റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആർ ഈക്വൽ, ആൻഡ് ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഏർണിങ്സ് ഫുള്ളും ഡിവിഡൻ്റായിട്ട് പേ ചെയ്യുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ലെസ് ദാൻ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമ്മുടെ കോസ്റ്റിനേക്കാളും കൂടുതൽ നമ്മുടെ റിട്ടേൺ കിട്ടുകയാണ് എങ്കിൽ, നമ്മുടെ കോസ്റ്റിനേക്കാൾ എന്താണ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് കോസ്റ്റിനേക്കാൾ കുറവാണ്. നമുക്ക് എങ്ങനെയാണ് റേറ്റ് ഓഫ് റിട്ടേൺ കുറഞ്ഞ സിറ്റുവേഷൻ, ആ കുറഞ്ഞ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം നമുക്ക് ഫർദർ ഓപ്പർച്യൂണിറ്റിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മുടെ ഷെയർ ഹോൾഡറെ പിടിച്ചു നിർത്താൻ വേണ്ടി എന്താണ് ഫുൾ പേ 100% പേ ഔട്ടാണ് സ്യൂട്ടബിൾ. അതുപോലെ തന്നെ വാൾട്ടർ മറ്റ് സജഷൻസ് പറയുന്നത് ഇതൊക്കെ നോക്കാം. ഇതൊക്കെയാണ് വാൾട്ടറുടെ സജഷൻസ്. ഫസ്റ്റ്, ദ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ഗ്രേറ്റർ ദാൻ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കമ്പനിയുടെ റിട്ടേൺ, കമ്പനിയുടെ ഏർണിങ്സ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാൾ കൂടുതലാണെങ്കിൽ ദ സിറ്റുവേഷൻ ഈസ് ആർ ഗ്രേറ്റർ ദാൻ കെ. ആർ ഗ്രേറ്റർ ദാൻ കെ എന്ന സിറ്റുവേഷനാണ് എങ്കിൽ റീറ്റെയിൻ 100% ഏർണിങ്സും റീറ്റെയിൻ ചെയ്യുക എന്നാണ്. റീറ്റെയിൻഡ് 100%. ദാറ്റ് മീൻസ് പേ ഔട്ട് റേഷ്യോ 0 ആക്കുക എന്നും കൂടെ മനസ്സിലാക്കി വെക്കാം. ഒന്നും പേ ഔട്ട് ചെയ്യല്ല, അല്ലെങ്കിൽ ഡിവിഡൻ്റായിട്ട് പേ ഔട്ട് ചെയ്യരുത്, 100% റീറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ് സജസ്റ്റ് ചെയ്യുന്നതാണ് റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. രണ്ടും ഈക്വൽ ആണ് എങ്കിൽ നമ്മുടെ ബെനഫിറ്റും അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റും ഈക്വൽ ആവുന്ന സിറ്റുവേഷനിൽ കമ്പനിക്ക് ഡിസൈഡ് ചെയ്യാം പേ ഔട്ട് ചെയ്യണോ റീറ്റെയിൻ ചെയ്യണോ. ദ കമ്പനി ക്യാൻ ഡിസൈഡ് ദ ഡിസിഷൻ. നെക്സ്റ്റ്, റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് ലെസ് ദാൻ ദ കോസ്റ്റ് ഓഫ് റിട്ടേൺ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറവാണെങ്കിൽ എന്ത് ചെയ്യും, ആർ ലെസ് ദാൻ കെ ആണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് 100%. എന്ത് ചെയ്യുക, എത്രയാണ് ഏണിങ്സ് കിട്ടിയത് അത് ഫുള്ളും എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഷെയർ ഹോൾഡർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഈ 3 സജഷൻസാണ് വാൾട്ടർ മുന്നോട്ട് വെച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഷോർട്ട് കോസ്റ്റ് ഇൻ ക്യാഷ് മാനേജ്മെൻറ്റ് ഡിസിഷൻ. ക്യാഷ് മാനേജ്മെൻറ്റ് ഡിസിഷനിൽ ഷോർട്ട് കോസ്റ്റ് റിലേറ്റ് ചെയ്തതല്ലാത്തത്, നോട്ട് എ ഷോർട്ട് കോസ്റ്റ് എന്ന് പറയുന്ന ഏതാണ് ചോദ്യം. ഓപ്ഷൻ എ ബോറോവിങ് കോസ്റ്റ്, ഓപ്ഷൻ ബി ട്രാൻസാക്ഷൻ കോസ്റ്റ്, ഓപ്ഷൻ സി ക്രെഡിറ്റ് റേറ്റിംഗ് കോസ്റ്റ്, ഓപ്ഷൻ ഡി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഷോർട്ട് കോസ്റ്റ് എന്ന് പറയുന്നത്. ഷോർട്ട് കോസ്റ്റ് റെഫേഴ്സ് ടു കോസ്റ്റ് ഇൻകേർഡ് when cash balances fall below the desired level. ഡിസൈഡ് ലെവലിന് താഴെ, അല്ലെങ്കിൽ ഓരോ കമ്പനി എന്താണ് മിനിമം ക്യാഷ് ബാലൻസ് കീപ്പ് ചെയ്യണം. ആ മിനിമം ക്യാഷ് ബാലൻസിൻ്റെ താഴെ അല്ലെങ്കിൽ ഡിസൈഡ് ലെവലിന് താഴെ നമ്മുടെ ക്യാഷ് ബാലൻസ് പോയി കഴിഞ്ഞാൽ കമ്പനിക്ക് ഇൻകർ ചെയ്യുന്ന കോസ്റ്റുകളെയാണ് ഷോർട്ട് കോസ്റ്റ്. ദാറ്റ് മീൻസ് ക്യാഷ് ഷോർട്ട് ആകുമ്പോൾ വരുന്ന കോസ്റ്റ് അതേതൊക്കെയാണെന്നാണ് ചോദ്യം. അതിൽ വരാത്ത കോസ്റ്റ് ഏതാണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ വരാത്ത കോസ്റ്റ് ഏതാണ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ്. കാരണം നമ്മുടെ ക്യാഷ് ഷോർട്ട് ആകുമ്പോൾ നമുക്ക് എന്താണ് എക്സ്ട്രാ ബോറോവിങ് കോസ്റ്റ് വരും, ക്രെഡിറ്റ് റേറ്റിംഗ് കോസ്റ്റ് വരാം, പുതിയ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഒക്കെ വരും. സോ എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ഇസ് നോട്ട് എ ഷോർട്ട് കോസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ക്രെഡിറ്റ് ടേംസ് ഡ്യൂറിങ് റെസീവബിൾ മാനേജ്മെൻറ്റ് ഡിസിഷൻ. റെസീവബിൾ മാനേജ്മെൻറ്റ് ഡിസിഷനിൽ ഒരു പാർട്ടല്ലാത്തത് ഏതാണെന്ന് ചോദ്യം. ഓപ്ഷൻ എ ക്രെഡിറ്റ് പീരിയഡ്, ഓപ്ഷൻ ബി കളക്ഷൻ പോളിസി, ഓപ്ഷൻ സി ക്യാഷ് ഡിസ്കൗണ്ട്, ഓപ്ഷൻ ഡി ക്യാഷ് ഡിസ്കൗണ്ട് പീരീഡ്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ, ക്രെഡിറ്റ് പീരീഡ്. ക്രെഡിറ്റ് പീരീഡ് നമ്മുടെ റെസീവബിൾ മാനേജ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുമോ? അഫക്റ്റ് ചെയ്യും. കാരണം എത്ര പീരീഡ് നമ്മൾ നമ്മുടെ ഡെപ്റ്റേഴ്സിന് കൊടുക്കുന്നു, ക്രെഡിറ്റ് പീരീഡ് അലോ ചെയ്ത് കൊടുക്കുന്ന പീരീഡാണ്. സോ അത് അഫക്റ്റ് ചെയ്യും. അതായത് റെസീവബിൾ മാനേജ്മെൻറ്റ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്നൊരു ടൈമാണ്. അടുത്തത് ക്യാഷ് ഡിസ്കൗണ്ട്. എത്ര ഡിസ്കൗണ്ട് കൊടുക്കും, അതിനെയാണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ റെസീവബിൾ മാനേജ്മെൻറ്റ് അഫക്റ്റ് ചെയ്യും. അടുത്തത് കളക്ഷൻ പോളിസി. എങ്ങനെ കളക്ട് ചെയ്യണം എന്നത് റെസീവബിൾ മാനേജ്മെൻറ്റിനെ ബാധിക്കുമെന്നാണ്. ഓപ്ഷൻ ഡി പറയുന്നത് ക്യാഷ് ഡിസ്കൗണ്ട് പീരീഡ്. നമ്മൾ കൊടുക്കുന്നത് ഡിസ്കൗണ്ട് കൊടുക്കുന്നതല്ല, ക്യാഷ് ഡിസ്കൗണ്ട് പ്രോംപ്റ്റ് പേയ്മെൻറ്റിന് കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് ആക്ച്വലി ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അത് എത്ര പീരീഡിന് മുമ്പിൽ കൊടുക്കുമ്പോഴാണ് ആ ഡിസ്കൗണ്ട് കൊടുക്കേണ്ടത്, അതിനെയാണ് ക്യാഷ് ഡിസ്കൗണ്ട് പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണെന്ത് നമ്മൾ നോക്കിയിട്ട് മറ്റൊന്ന് തന്നെ സ്കിപ്പ് ചെയ്യണം. ഇതിന് പാർട്ടല്ലാത്തത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കളക്ഷൻ പോളിസിയാണ്. കാരണം എങ്ങനെ കളക്ട് ചെയ്യണം എന്നുള്ളത് റെസീവബിൾ മാനേജ്മെൻറ്റ് ഡിസിഷനിൽ
പുറത്താണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഓൾറെഡി കമ്പനീൻ്റെ പോളിസിയാണല്ലോ അല്ലേ, കമ്പനിയുടെ പോളിസി കമ്പനി അങ്ങനെ ഡിസൈഡ് ചെയ്യണമെന്നോ നേരത്തെ തീരുമാനിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ആ റിസീവൽ മാനേജ്മെൻറ്റിൽ വരുന്നത് അല്ല. ബാക്കിയൊക്കെ ഏറ്റവും ആപ്റ്റ് ആയതുകൊണ്ടാണ് അത് ചൂസ് ചെയ്ത് ഇതിന് സ്കിപ്പ് അടിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദ അസംഷൻസ് ഓഫ് അപ്രോച്ച് ടു ഡിവിഡൻഡ് ഡിസിഷൻ? ഡിവിഡൻഡ് ഡിസിഷനിൽ 4 അപ്രോച്ചിലൊന്നാണ്, അല്ലെങ്കിൽ ഇറിലവൻ്റ് അപ്രോച്ചാണ് അപ്രോച്ച്. ഈ അപ്രോച്ചിൻ്റെ അസംഷനിൽ വരാത്തത് ഏതാണ്? അസംഷൻസ് ഏതൊക്കെയാണെന്ന് ചോദ്യം നോക്കാം. ഫസ്റ്റ് പറയുന്നത് ദർ ഇസ് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്, അടുത്തത് ഇൻവെസ്റ്റേഴ്സ് ആർ റാഷണൽ, അടുത്തത് ദർ ഇസ് നോ ഫ്ലോട്ടേഷൻ കോസ്റ്റ്, നെക്സ്റ്റ് വൺ ദർ ഇസ് നോ കോർപ്പറേറ്റ് ടാക്സ്. അപ്പം അപ്രോച്ചിൻ്റെ അസംഷൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് വേഗം ചെയ്യാൻ പറ്റും. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ആണ്. ഓക്കെ, തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും അപ്രോച്ചിൻ്റെ ഡിവിഡൻഡ് ഡിസിഷനിലെ അസംഷൻസ് ആണ്. നമുക്ക് നോക്കാം ബാക്കി ഏതൊക്കെയാണ് അസംഷൻസ് എന്ന്. പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്, ഇൻവെസ്റ്റേഴ്സ് ബിഹേവ് റാഷണലി, നെക്സ്റ്റ് വൺ ഇൻഫോർമേഷൻ അബൌട്ട് ദ കമ്പനീസ് അവൈലബിൾ ടു all without any cost. There are no flotation cost and no transaction cost. അടുത്തത് there are no taxes. Next one, the firm has a rigid or fixed investment policy. ഇതൊക്കെയാണ് ഹൈപ്പോസിസിൻ്റെ അസംഷനായിട്ട് വരുന്നത്. ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ആയിരിക്കണം, ഇൻവെസ്റ്റേഴ്സൊക്കെ റാഷണലി ബിഹേവ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് കമ്പനിയിൽ അല്ലെങ്കിൽ കമ്പനിയുടെ ഇൻഫോർമേഷൻ എല്ലാവർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഒരേ കോസ്റ്റിന് അല്ലെങ്കിൽ കോസ്റ്റ് ഇല്ലാതെ എല്ലാവർക്കും അവൈലബിൾ ആവണം. അതേപോലെ തന്നെ ഫ്ലോട്ടേഷൻ കോസ്റ്റോ ട്രാൻസാക്ഷൻ കോസ്റ്റോ ഒന്നും വരാൻ പാടില്ല. ടാക്സ് ഉണ്ടാവരുത്, നോ ടാക്സ് ആണ്. അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി, ഫേമിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി എന്ന് പറയുന്നത് ഫിക്സഡും റിജിഡും ആയിരിക്കണം. ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അപ്രോച്ച് വർക്ക് ചെയ്യുള്ളൂ. ദീസ് ആർ ദ വേരിയസ് അസംഷൻസ് ഓഫ് ഹൈപ്പോത്തസിസ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.